ഈശോമിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ പൗലോസ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18-ാം തിരുവചനം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം പോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി അത്രേ. പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഞാനൊരു വീഡിയോ പങ്കുവച്ചായിരുന്നു. ആഭിചാരം ചെയ്ത്, കൂടോത്രം ചെയ്ത് കുടുംബങ്ങൾ നശിക്കുന്നു, വ്യക്തി ജീവിതങ്ങൾ നശിക്കുന്നു, ബിസിനസ് മേഖലകൾ നശിക്കുന്നു എന്ന് ചിന്തിക്കുന്നവർക്കായി ഞാനൊരു അനുഭവം പങ്കുവച്ചായിരുന്നു. ഒരു കുടുംബത്തിൽ തലമുറയായിട്ട് മാനസിക രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ പലരും പറഞ്ഞു ഇത് കൂടോത്രം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തത് ഇവരുടെ തലമുറയിലുള്ള ഒരു അമ്മയെ ഭക്ഷണം കൊടുക്കാതെ നരകിപ്പിച്ച് മരിച്ചു പോയതിൻ്റെ ഫലമായിട്ടാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അവരത് മനസ്സിലാക്കി പ്രായശ്ചിത്തം ചെയ്ത് ദാനധർമ്മം ചെയ്ത് ഉപ്പീസൊക്കെ ചൊല്ലി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഇവരുടെ കുടുംബത്തിൽ നിന്ന് ഈ മാനസിക രോഗത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സന്ദേശം പങ്കുവച്ചപ്പോൾ ഇന്നലെ ഒരു വ്യക്തി എന്നെ വിളിക്കുകയുണ്ടായി. ഈ വ്യക്തി വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ആഭിചാരത്തിന്, കൈവശത്തിന്, ഈ കൂടോത്രത്തിന് ശക്തിയില്ല, ഇത് കാരണം കുടുംബങ്ങളൊന്നും തകർന്നു പോകില്ല എന്നൊക്കെ ഇങ്ങനെ പ്രഘോഷിക്കുന്നത്? ഇതിങ്ങനെയൊക്കെ പ്രഘോഷിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ, അവർ വഴി അനേകര് രക്ഷ പ്രാപിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെന്തിനാണ് ഇതിന് ശക്തിയില്ല എന്നൊക്കെ പറയുന്നത് എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ എനിക്കിത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഞാൻ എൻ്റെ ഈശോയെ ഉയർത്തി സംസാരിച്ചപ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അപരിമേയമായ ശക്തിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇതിനെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോ അല്ല നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഈശോയോ ഒന്നും ഉൾക്കൊള്ളാതെ ആഭിചാരത്തിനാണ്, കൈവശത്തിനാണ്, കൂടോത്രത്തിനാണ് ശക്തി എന്ന് പറയുന്നതാണ് നല്ലത്, അങ്ങനെ പ്രഘോഷിക്കുന്നതാണ് നല്ലത് എന്ന് ഈ വ്യക്തി പറഞ്ഞപ്പോൾ എനിക്കൊത്തിരി സന്തോഷവും തോന്നി, അതിലേറെ സങ്കടവും തോന്നി ഈ വ്യക്തിയോട്. അപ്പോൾ ഞാൻ ഈ വ്യക്തിയോട് ചോദിച്ചാൽ അതെന്താണ് അങ്ങനെ പറയുവാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ വർഷങ്ങളായിട്ട് ഈ കൂടോത്രവും ഇതൊക്കെ എനിക്കെതിരെ ചെയ്ത് ഞാനിങ്ങനെ തകർച്ചയിലൂടെയാണ് കടന്നു പോകുന്നത്, അതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും ഇതിന് ശക്തിയുണ്ട് എന്ന്. അപ്പോൾ ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞു, ഞാൻ ബൈബിളിലെ 2-3 ഉദാഹരണങ്ങൾ പറയാം, അതിനുശേഷം ചേട്ടനൊന്ന് ചിന്തിച്ചാൽ മതി, ഇതിന് ശക്തി ഉണ്ടോ ഇല്ലയോ എന്ന് ചിന്തിച്ചാൽ മതി എന്നിങ്ങനെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ആഭിചാരം ചെയ്ത്, കൂടോത്രം ചെയ്ത് കുടുംബങ്ങൾ നശിച്ചു പോകും, അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങൾ നശിച്ചു പോകും എന്നൊക്കെ ചിന്തിക്കുന്നവരും കൂടി ഇതൊന്ന് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ സോദോം ഗൊമോറ നശിപ്പിക്കുവാൻ വേണ്ടി ദൈവദൂതൻ വരുമ്പോൾ ദൈവദൂതൻ ലോത്തിനോടും ലോത്തിൻ്റെ ഭാര്യയോടും പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞതിന് ശേഷമേ ഞാൻ സോദോം ഗൊമോറ നശിപ്പിക്കുകയുള്ളൂ, അതുകൊണ്ട് ആ കുന്നിൻ മുകളിലേക്ക് നിങ്ങൾ ഓടി രക്ഷപ്പെട്ടോളാൻ ഈ ലോത്തിനോടും ലോത്തിൻ്റെ ഭാര്യയോടും പറയുന്നുണ്ട്. ഈ ലോത്തും ലോത്തിൻ്റെ ഭാര്യയും ആ കുന്നൻ ചെരുവിലേക്ക് ഓടി രക്ഷപ്പെടുമ്പോൾ ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഉപ്പുതൂണായി പോവുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ സംഭവിക്കുന്നത് ലോത്തിൻ്റെ ഭാര്യയോട് ഇങ്ങനെ പുറകോട്ട് തിരിഞ്ഞു നോക്കാതെ ഓടി രക്ഷപ്പെട്ടോളാൻ പറഞ്ഞപ്പോൾ അവിടെ അനുസരണക്കേട് കാണിച്ചു. അനുസരണക്കേടിൻ്റെ ഫലമായിട്ട് ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായി പോവുകയാണ് ചെയ്തത്. രണ്ടാമത്, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ സാംസനെ നമ്മൾ കാണുന്നുണ്ട്. സാംസൺ ദൈവാത്മാവിനാൽ നിറയപ്പെട്ട ശക്തനായ ഒരു ന്യായാധിപനായിരുന്നു. എന്നാൽ സാംസന്റെ ശക്തി എവിടെയാണെന്നറിഞ്ഞ് സാംസനെ തകർത്ത് ഇല്ലാതാക്കുവാൻ വേണ്ടി ഫിലിസ്ത്യര് ദലീല എന്ന സ്ത്രീയെ അയക്കുമ്പോൾ ദലീലയുടെ മുമ്പിൽ സാംസൺ തൻ്റെ ശക്തിയുടെ രഹസ്യം വെളിപ്പെടുത്തുന്നു. നാസീർ വ്രതക്കാരനായ സാംസന്റെ മുടി കട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവാത്മാവിൻ്റെ ശക്തി നഷ്ടപ്പെടും എന്ന് പറഞ്ഞപ്പോൾ മുടി കട്ട് ചെയ്തതിന് ശേഷം ഫിലിസ്ത്യർ വന്ന് സാംസനെ പിടിക്കുകയും സാംസന്റെ കണ്ണ് ചൂഴ്ന്നെടുക്കുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെയും സാംസൺ അവിശ്വസത കാണിക്കുമ്പോഴാണ് സാംസന്റെ ജീവിതത്തിലേക്ക് തകർച്ചകൾ കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ ദാവീദ് രാജാവ് ബേർഷബ എന്ന സ്ത്രീ കുളിക്കുന്നത് കണ്ടപ്പോൾ ജഡിക വികാരങ്ങൾ ഉള്ളിലേക്ക് കടന്നു വന്ന് ദൈവത്തോട് അവിശ്വസത കാണിച്ചതിന് ശേഷം ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിലേക്ക് തകർച്ചകൾ കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോയെ ഒറ്റിക്കൊടുക്കുമ്പോൾ സമ്പത്തിനോടുള്ള ആർത്തി മൂത്ത് കഴിഞ്ഞപ്പോഴാണ് യൂദാസിന്റെ ജീവിതത്തിലേക്ക് നാശത്തിലേക്ക് പോവുകയും തൂങ്ങി മരിക്കേണ്ട ഒക്കെ അവസ്ഥ കടന്നു വരികയും ചെയ്തത്. ഞാനിതെല്ലാം ഈ വ്യക്തിയോട് പറഞ്ഞതിന് ശേഷം ഈ വ്യക്തിയോട് ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ കൂടോത്രം ചെയ്തതിൻ്റെ ഫലമായിട്ടാണോ, ആഭിചാരം ചെയ്തതിൻ്റെ ഫലമായിട്ടാണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തകർച്ച വന്നിരിക്കുന്നത്? നിങ്ങളും ദൈവവും തമ്മിലുള്ള ബന്ധത്തിനുള്ള വിള്ളൽ വന്നതിന് ശേഷമല്ലേ ഈ തകർച്ചകളൊക്കെ കടന്നു വന്നത് എന്ന് ഒന്ന് ചിന്തിക്കുവാൻ പറഞ്ഞു.
അപ്പോൾ ആ വ്യക്തിക്ക് ചെറിയൊരു ഉള്ളിലൊരു ഒരു മനസ്താപമൊക്കെ വന്നു. ആ വ്യക്തി പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായി ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധത്തിന് വിള്ളൽ വന്നതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക് തകർച്ച വന്നത് എന്നിങ്ങനെ ഈ വ്യക്തി പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ 1 മുതൽ 10 വരെയുള്ള കൽപ്പനകളിൽ 1 മുതൽ 3 വരെയുള്ള കൽപ്പനകൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള കൽപ്പനകളാണെങ്കിൽ 4 മുതൽ 10 വരെയുള്ള കൽപ്പനകൾ നമ്മളും സഹോദരന്മാരും തമ്മിലുള്ള കൽപ്പനകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് വ്യതിചലിച്ച് നമ്മൾ പോകുമ്പോൾ നമ്മൾ ദൈവിക സംരക്ഷണത്തിൽ നിന്ന് മാറിപ്പോവുകയും നമുക്കെതിരെ കൂടോത്രത്തിനോ ആഭിചാരത്തിനോ കൈവശത്തിന് ശക്തി ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷേ തിന്മ നമ്മുടെ ജീവിതത്തിലേക്ക് കയറിയടിക്കുകയും നമ്മൾ തകർച്ചയിലേക്ക് കടന്നു പോവുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഒരു യേശുവിനെ ഏകരക്ഷകനും നാഥനുമായി സ്വീകരിച്ച ഒരു ക്രിസ്ത്യാനിയെയും ഒരു ആഭിചാരത്തിനോ ഒരു കൈവശത്തിനോ ഒരു കൂടോത്രത്തിനോ തകർക്കുവാൻ കഴിയില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ സെക്കൻഡ് മുതൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ വഴി നടത്തുവാൻ തുടങ്ങും. അല്ലെങ്കിൽ അതിന് ശക്തിയുണ്ട്, ഇതിന് ശക്തിയുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകെ പോയി ഇതിൻ്റെ പുറകെ ഓടി നടക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ യഥാർത്ഥമായ കാരണം ഈ ആഭിചാരം ചെയ്ത് കൂടോത്രം ചെയ്ത് കൈവശം നിന്ന് ഒരു വ്യക്തിയെയും തകർക്കുവാൻ കഴിയുകയില്ല. ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധത്തിലുള്ള വിള്ളലുകൾ എന്താണെന്ന് കണ്ടെത്തി മനസ്സിലാക്കി കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഈശോയെ സ്വീകരിച്ച് ഈശോയുമായി ഒരു വ്യക്തിബന്ധത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ഈ ലോകത്തിലുള്ള ഒരു പൈശാചിക ശക്തിക്കും നിങ്ങളെയോ നിങ്ങളുടെ കുടുംബത്തെയോ നിങ്ങളുടെ ബിസിനസ് മേഖലകളെയോ തകർത്ത് കളയുവാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഞാനിത് പങ്കുവെക്കുന്നത് ഞാൻ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ ഞാനിങ്ങനെ ഈശോയോട് ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ഈശോ തരുന്ന ചിന്തകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്, അല്ലാതെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളൊന്നുമല്ല. പ്രിയപ്പെട്ടവരെ, ഇത് കേട്ട് ഇത് അനുസരിച്ച് പാപങ്ങൾ ഏറ്റു പറഞ്ഞ് കുമ്പസാരിച്ച് ഈശോയെ സ്വീകരിച്ച വ്യക്തികളുടെ ജീവിതത്തിലൊക്കെ അത്ഭുതകരമായിട്ടുള്ള ദൈവിക ഇടപെടലുകളും അനുഗ്രഹങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. ഇത് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒരിക്കലും ഞാൻ കൂടോത്രത്തെയോ അഭിചാരത്തെയോ കൈവിഷത്തെയോ ഒരിക്കലും പൊക്കി പറയുകയോ അത് കൊണ്ട് തകർന്നു പോവുകയോ ചെയ്യില്ല എന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. കാരണം ഈശോയും ഞാനും തമ്മിലുള്ള ബന്ധത്തിലുള്ള വിള്ളലി മനസ്സിലാക്കി അത് കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് പരിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് ഈശോയെ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ ഇതിന് പരിഹാരമായിട്ടുള്ളൂ. നിങ്ങളെ ഓരോരുത്തരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥവും വിശുദ്ധ മിഖായേൽ ദൂതൻ്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങൾ ഓരോരുത്തരോടും ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.